ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4-ലെ ചെക്ക് വാൾവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വാൾവായിരുന്നു നോൺ റിട്ടേൺ വാൾവ്. ഈ നോൺ റിട്ടേൺ വാൾവ് ആക്ച്വലി ഒരു വൺ വേ ഡയറക്ഷൻ ഫ്ലോ കൺട്രോളിങ് വാൾവാണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ അവിടെ സാധ്യമാക്കുള്ളൂ. അതേ ഓപ്പറേഷൻ തന്നെയാണ് ആക്ച്വലി ചെക്ക് വാൾവിനും ചെയ്യാനുള്ളത്. ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിൽ ചെക്ക് വാൾവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെക്ക് വാൾവിലൂടെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എങ്ങാനും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ വാൾവ് അവിടെ ക്ലോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഫ്ലൂയിഡ് ഫ്ലോ എങ്കിൽ ചെക്ക് വാൾവ് എന്ത് മാത്രമേ അവിടെ സാധ്യമാക്കുള്ളൂ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ഫ്ലൂയിഡ് ഫ്ലോ മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാൾവ് ക്ലോസ്ഡ് ആവും. അപ്പോൾ ഈ വാൾവിലൂടെ ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലൂയിഡ് ഫ്ലോ ഇവിടെ സാധ്യമല്ല. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഈ വാൾവിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലോ നമുക്ക് ഫ്രീ ഫ്ലോ എന്ന് വിളിക്കാം. ഫ്രീ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ വാൾവിലൂടെ ഏത് ഡയറക്ഷനിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണോ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സംഭവിക്കുന്നത് അതിന് ആ ഒരു ഫ്ലോ ഡയറക്ഷനാണ് ആക്ച്വലി എന്ത്? ഫ്രീ ഫ്ലോ. ഇനി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഒരു വാൾവിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലോ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രീ ഫ്ലോ എന്ന് വിളിക്കാം. അപ്പോൾ ഫ്രീ ഫ്ലോ എന്നുള്ള വാക്ക്, ഇവിടെ ഫ്രീ ഫ്ലോ എന്നുള്ളൊരു വാക്കുണ്ട്. ഈ ഫ്രീ ഫ്ലോ എന്ന് മീൻസ് എന്താ ഉദ്ദേശിച്ചത്? ആ വാൾവിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിങ് ഡയറക്ഷനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോയിഡ് ഡയറക്ഷനാണ് ആക്ച്വലി എന്ത്? ഫ്രീ ഫ്ലോ. ചെക്ക് വാൾവിൻ്റെ ഒരു ഗ്രാഫിക്കൽ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹൈഡ്രോളിക് സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ ചെക്ക് വാൾവാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വരയ്ക്കലുണ്ട്. എന്താ സൂചിപ്പിക്കുന്നത്? ഇത് ബൾബാണ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കണക്ട് ചെയ്യലുണ്ട്. കാണിക്കലുണ്ട്. ഇതെന്താണ്? സ്വിച്ചാണ്. അപ്പോൾ ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ചിത്രം വരയ്ക്കുന്നതിന് പകരം അതിൻ്റെ സിമ്പലായിരിക്കും നമ്മൾ കാണിക്കുക. അങ്ങനെ ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു സിമ്പലാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ ആ സിമ്പൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ചെക്ക് വാൾവിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. ചെക്ക് വാൾവ് എന്നുള്ള ഒരു സിമ്പിൾ നോൺ റിട്ടേണിംഗ് വാൾവ് തന്നെയാണ്. പക്ഷെ നോൺ റിട്ടേൺ വാൾവിൻ്റെ കമ്പോണൻസിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു ബോളുണ്ട്. ഈ ബോളിൽ ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എപ്പോഴും ഈ ഫിഗറിൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കായിരിക്കും. നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഈ ഡയറക്ഷനിലായിരിക്കും സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കിടക്കുന്നുണ്ടാവുക. ഈ ഗ്രീൻ കളർ കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തത് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്. അതായത് ബോളിൻ്റെ ഈ വശത്ത് സ്പ്രിങ് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഈ വാൾവിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് വന്നു നിൽക്കും. നമുക്കറിയാം ആ ഫ്ലൂയിഡിന് പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ മൂലം ഈ ബോളിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണ് ഗ്രീന്. ഈ ഫോഴ്സ് മൂലം ഈ ബോളിനെ വാൾവിൻ്റെ സീറ്റിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വാൾവ് ക്ലോസ്ഡ് ആണ്. ഇതുവഴി ഒരു ഫ്ലോയും സാധ്യമല്ല, അല്ലേ? അങ്ങനത്തെ ഒരു ഫ്ലോക്കുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല, സീറോ ആണ്. ഫ്ലൂയിഡിൻ്റെ പ്രഷർ വർദ്ധിച്ചാൽ ഈ പ്രഷർ എവിടെ ചെലുത്തും? ഈ ബോൾ ചെലുത്തും. നമുക്കൊരു റെഡ് കളറായിട്ട് മെൻഷൻ ചെയ്യാം. ഇത് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മൂലമുള്ള ഫോഴ്സാണ്, ഒരു പ്രഷർ ഫോഴ്സാണ്. ഈ പ്രഷർ മൂലമുള്ള ഫോഴ്സ്, ഫ്ലൂയിഡിൻ്റെ പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ബോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പുഷ് ചെയ്യും, റൈറ്റ് സൈഡിൽ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് പുഷ് ചെയ്യുന്നുണ്ടാവും. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മൂലമുണ്ടാകുന്ന പ്രഷർ ഫോഴ്സ് എങ്കിൽ ഈ ബോൾ എങ്ങോട്ട് സഞ്ചരിക്കും? റൈറ്റിലേക്ക് സഞ്ചരിക്കും. റൈറ്റിലേക്ക് മെല്ലെ നീങ്ങാൻ തുടങ്ങും. ഈ ഗ്രീൻ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. റെഡ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് പുഷ് ചെയ്യും. ഗ്രീനിനേക്കാൾ ഫോഴ്സാണ് റെഡിനെങ്കിൽ ഗ്രീൻ തോറ്റു പോവും, അല്ലേ? ഗ്രീൻ മുന്നിക്ക് വരും. റെഡ് മുന്നിക്ക് വരും. ഈ റെഡ് ഇങ്ങനെ മുന്നിക്ക് വരുമ്പോൾ, അതായത് ഈ ബോള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവും, ചുരുങ്ങും, അല്ലേ? അപ്പോൾ ഇവിടെ ബോൾ ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഫോഴ്സ് സ്പ്രിംഗ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ
ബോൾ സീറ്റിൽ നിന്നും റൈറ്റിലേക്ക് സഞ്ചരിക്കും. റൈറ്റിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പാത്ത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്താൽ ഫ്ലൂയിഡ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് ഫ്ലോ ചെയ്യും. സോ ഫ്രീ ഫ്ലോ സാധ്യമാകും. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുക, സപ്പോസ് ഫ്ലൂയിഡ് ഫ്ലോ, ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഫ്രീ ഫ്ലോ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഈ ഫ്രീ ഫ്ലോ ഡയറക്ഷനൊക്കെ വാൾവിൻ്റെ കേസിങ്ങിൽ സാധാരണഗതിയിൽ മെൻഷൻ ചെയ്യണം. ഒരു ചെക്ക് വാൾവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നോൺ റിട്ടേൺ വാൾവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രീ ഫ്ലോ കൃത്യമായിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഏതെങ്കിലും തരത്തിൽ ഫ്ലോ, നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഈ ചെക്ക് വാൾവിലൂടെ ഫ്രീ ഫ്ലോ. ഇനി ഫ്രീ ഫ്ലോ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഈ പർട്ടിക്കുലർ വാൾവിൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? ഈ ഫ്ലൂയിഡ് ബോളിലൊന്ന് തട്ടും. ബോൾ എങ്ങോട്ടാ നീങ്ങുക അല്ലേ? ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ ബോൾ ഇവിടെ നിൽക്കുന്ന ബോൾ തിരിച്ച് എവിടെ വരും? സീറ്റിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഫ്ലോയുടെ ഈ പാത്ത് ക്ലോസ്ഡ് ആവും. അതുമാത്രമല്ല, ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ മാത്രം കൊണ്ടല്ല ബോൾ വന്ന് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞു കംപ്രസ്ഡായി നിൽക്കുന്ന ഈ സ്പ്രിങ് തിരിച്ച് വരും ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ചെക്ക് വാൾവ് ഫ്ലൂയിഡിൻ്റെ ഫ്രീ ഫ്ലോ സാധ്യമാക്കുകയുള്ളൂ. അതിൽ ഒരു മൂവിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോളാണ്. ബോൾ ഒരു സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ സ്പ്രിങ് ആയിരിക്കും ബോളിനെ ഈ വാൾവിൻ്റെ സീറ്റിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, പിടിച്ചു വെച്ചിട്ടുണ്ടാവുക, അമർത്തി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഫ്ലൂയിഡിൻ്റെ പ്രഷറെങ്കിൽ ബോളിൽ സ്പ്രിങ്ങിൻ്റെ ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്, അതിനേക്കാൾ കൂടുതലാണ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മൂലം ഉണ്ടാകുന്ന ഫോഴ്സെങ്കിൽ ബോൾ ഇങ്ങനെ സഞ്ചരിക്കും, അത് ഓപ്പൺ ചെയ്യും, ഇതുവഴി ഫ്ലൂയിഡ് ഫ്ലോ സാധ്യമാകും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ ബോൾ എന്ത് ചെയ്യും? സീറ്റിൽ വന്നിട്ടായിരിക്കും. ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ സീറ്റിൽ നിന്നും ബോളിനെ ഓപ്പൺ ചെയ്യിക്കുകയാണെങ്കിൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? ബോളിനെ, ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്ക്. ഇവിടെ ഫ്രീ ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ വാൾവിൽ ഫ്ലോ എങ്ങനെ സംഭവിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. ഇവിടെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് എന്താ? നോ ഫ്ലോ ഡയറക്ഷൻ. അതിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. അതായത് ചെക്ക് വാൾവ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ സാധ്യമാക്കാൻ വേണ്ടിയാണ് ചെക്ക് വാൾവ് യൂസ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ചെക്ക് വാൾവ് ഈസ് പെർമിറ്റ് ഫ്രീ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് പ്രിവെൻറ്റ് എനി ഫ്ലോ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ സാധ്യമാക്കാനും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് ചെക്ക് വാൾവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രീ ഫ്ലോ ഡയറക്ഷൻ ഈസ് നോർമലി മാർക്ക്ഡ് വിത്ത് ആൻ ആരോ ഓൺ ദ വാൾവ് കേസിംഗ്. വാൾവിൻ്റെ കേസിങ്ങിൽ ഫ്രീ ഫ്ലോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഫ്രീ ഫ്ലോ എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ഒരു സ്പ്രിങ് ആണ് ആക്ച്വലി ആ ബോളിനെ പൊപ്പറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ പൊപ്പറ്റിനെ ക്ലോസർ പൊസിഷനിൽ, അതായത് ഫ്രീ ഫ്ലോ ഡയറക്ഷനിൽ ക്ലോസർ പൊസിഷനിൽ ആരെ നിർത്തുക? സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മൂലമാണ്. അതായത് സ്പ്രിങ് ആണ് എപ്പോഴും ഇതിനെ ക്ലോസ്ഡ് ആക്കി നിർത്തുന്നത്. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണ് ഈ ബോളിനെ ഈ സീറ്റിൽ കൃത്യമായി ടൈറ്റായി ആ പാത്ത് ക്ലോസ് ചെയ്ത് പൊപ്പറ്റിനെ നിർത്തുന്നത്, ഈ ബോളിനെ നിർത്തുന്നത് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മൂലമാണ്. ഇനി ദ ഫ്ലൂയിഡ് പ്രഷർ ഓവർകം സ്പ്രിങ് ഫോഴ്സ് ആൻഡ് അലോസ് ദ ഫ്ലോ ത്രൂ ദി വാൾവ്. അതായത് സ്പ്രിങ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷറെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സ്പ്രിങ്ങിനെ എങ്ങനെ പ്രസ് ചെയ്ത് ബോളിനെ അല്ലെങ്കിൽ പോക്കറ്റിനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നീക്കും. നീക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഓപ്പണിംഗ് സംഭവിക്കും, ഫ്ലൂയിഡ് ഫ്ലോ നടക്കും. ഇഫ് the flow is attempted in opposite direction, the fluid pressure pushes the poppet in closed position. അതായത് ഏതെങ്കിലും തരത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരുന്നു ഫ്രീ ഫ്ലോ ഡയറക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങാനും ഫ്ലോ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഈ പൊപ്പറ്റിൽ ബോളിൽ വന്ന് ആക്ട് ചെയ്യും. ഈ ബോൾ എന്ത് ചെയ്യും? സീറ്റിൽ വന്ന് നിൽക്കും. ആ സീറ്റിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്പ്രിങ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ പാത്ത് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദസ് നോ ഫ്ലോ ഈസ് പെർമിറ്റഡ്. അവിടെ എന്തുണ്ടാവില്ല? ഒരു ഫ്ലൂയിഡ് ഫ്ലോ പെർമിറ്റീവിൽ അനുവദിക്കില്ല, അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ തരത്തിലാണ് ചെക്ക് വാൾവിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊരു നോൺ റിട്ടേൺ വാൾവിന് തുല്യമാണ്. പക്ഷേ നോൺ റിട്ടേൺ വാൾവിൽ ഒരു ഡിസ്ക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു പൊപ്പറ്റാണ് അല്ലെങ്കിൽ ഒരു ബോളാണ്, ഇവിടെ ഒരു സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കുക.
എന്താണ് ചെക്ക് വാൾവ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കുക, അതിൻ്റെ ഫിഗർ മനസ്സിലാക്കുക, അതിൻ്റെ ലാസ്റ്റ് വൺ അതിൻ്റെ സിമ്പിളും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.